ഇന്ത്യയിൽ ദില്ലിയിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇന്നലെ 11 ഇടങ്ങളിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായത്. അതിൽ യൂനസിന്റെ ഗ്രാമീണ ബാങ്ക് ഓഫീസ് ഉൾപ്പെടെ ഉള്ളവ തകർന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പുലർച്ചെ 3:15 കൂടിയാണ് ബോംബിംഗ് തുടങ്ങിയത്. അതായത് ക്രൂഡ് ബോംബാണ് ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബൈക്കിലെത്തിയ അജ്ഞാതർ വീർപൂർ പ്രദേശത്താണ് ആദ്യ ബോംബാക്രമണം നടത്തിയത്. അതിനുശേഷം മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതർ ഈ ക്രൂഡ് ബോംബുകളാണ് എറിഞ്ഞത്. പക്ഷേ ഇതിന്റെ സ്ഫോടന ശബ്ദവും ആഘാതവും വളരെ വലുതായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മുഹമ്മദ്പൂർ പ്രദേശത്താണ് ഈ യൂനസിന്റെ ഗ്രാമീണ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ഓഫീസ് കെട്ടിടത്തിന് നേർക്ക് 2 തവണ ബോംബാക്രമണം ഉണ്ടായി. ഒപ്പം തന്നെ ധാക്കയിലെ ധൻമോണ്ടി പ്രദേശത്ത് ബോംബാക്രമണം ഉണ്ടായി. അവിടെ ഒരു ആശുപത്രിക്ക് സമീപവും ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു സൈന്യത്തെ മറ്റുമൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 11 ഇടങ്ങളിൽ തുടർച്ചയായി തന്നെ. ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ആളപായം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളും ഇല്ല. അജ്ഞാതർ എന്ന് മാത്രമാണ് പറയുന്നത്. ബൈക്കിലെത്തിയ അജ്ഞാതരായിരുന്നു ഈ ബോംബ് ആക്രമണം നടത്തിയത്. ക്രൂഡ് ബോംബാണ് എന്ന് പോലീസ് മേധാവികളാണ് പറയുന്നത്. പക്ഷേ ഈ ജനങ്ങൾ പറയുന്നത് വലിയ രീതിയിലുള്ള ശബ്ദത്തോടു കൂടിയ സ്ഫോടനങ്ങളായിരുന്നു എന്നാണ്. ഏതായാലും മരണസംഖ്യ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്ന് ഞങ്ങൾ കരുതുന്നു. കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി അത് പങ്കുവെക്കുന്നതാകുന്നു.